നമസ്കാരം. ഒരുപാട് മാറിയ ഈ കാലഘട്ടത്തിൽ ഒരുപാട് മാറാൻ നിർബന്ധിക്കപ്പെടുന്നവരാണ് നാം ഓരോരുത്തരും. മാറാൻ ശ്രമിക്കുന്നവരാണ് നാം ഓരോരുത്തരും. മാറ്റത്തിൻ്റെ നന്മകളെ ചേർത്ത് വെച്ചുകൊണ്ട് യാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ. ഓർമ്മകൾ ഒരുപാടുണ്ട്. 2024 പകർന്നു നൽകിയ എത്രയോ സുന്ദരമായ ഓർമ്മകൾ. എന്നാൽ ഇടയ്ക്കെങ്കിലും മിഴികൾ നിറഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കടന്നുപോയി. ഇനി നേരിടാനുള്ളത് നല്ല നാളുകളെയാണ് എന്ന പ്രതീക്ഷയോടെയാണ് യാത്ര തുടരേണ്ടത്. ഇന്നലകളിൽ ഉണ്ടായ തിരിച്ചടികൾ ചില തിരിച്ചറിവുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ആ തിരിച്ചറിവിൻ്റെ വെളിച്ചം ചേർത്ത് വെച്ചുകൊണ്ട് യാത്ര തുടരുവാൻ നമുക്ക് സാധിക്കണം. നാളുകൾ 2025 എന്ന പുതുവർഷത്തെ വരവേൽക്കുവാനായിട്ട് നാം ഒരുങ്ങുകയാണ്. ഇന്നലകളിൽ ഉണ്ടായ എല്ലാ പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും വിഷമങ്ങളെയും മറക്കാനല്ല, അവയിൽ നിന്നും നാം എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. നാം നമ്മുടെ ജീവിതത്തോട് എന്തൊക്കെയോ ചേർത്ത് വെച്ചിട്ടുണ്ട്. ചില മാറ്റങ്ങൾ നമ്മിലും വന്നിട്ടുണ്ട്. ആ നന്മയുടെ മാറ്റങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് 2025 വരവേൽക്കേണ്ടത്. പുതിയ തീരുമാനങ്ങൾ, പുതിയ ശീലങ്ങൾ, പുതിയ സ്വപ്നങ്ങൾ, അങ്ങനെ എത്രയോ പുതിയ കാര്യങ്ങളുമായിട്ടാണ് 2025 നാം വരവേൽക്കാൻ ഒരുങ്ങുന്നത്. ഒരു പുതിയ മനുഷ്യനായിട്ട്, ചില തീരുമാനങ്ങളോടെ, ചില സ്വപ്നങ്ങളോടെ, ചില ലക്ഷ്യങ്ങളോടെ, അതിനു വേണ്ടിയിട്ട് പൂർണ്ണമായും നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പരിശ്രമിക്കും എന്ന ദൃഢനിശ്ചയത്തോടെ 2025 വരവേൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പുതുവർഷത്തിലേക്ക് ഒത്തിരി പ്രതീക്ഷയോടെയാണ് നാം പ്രവേശിക്കുന്നത്. ആ പ്രതീക്ഷകളെല്ലാം സഫലമാകട്ടെ. അതെ, തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ. പുതുവർഷത്തിന് പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ദിവസങ്ങൾ. അവിടെ നന്മയുടെ തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. ആ തീരുമാനങ്ങൾ ചുമ്മാ ഓരോ ഡിസംബർ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലും എടുക്കുന്ന തീരുമാനങ്ങളാകരുത്. പകരം ദൃഢനിശ്ചയത്തോടെ, ലക്ഷ്യബോധത്തോടെ പുതിയ തീരുമാനങ്ങൾ, പുതിയ സ്വപ്നങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് 2025 നമുക്ക് പ്രവേശിക്കാം. നല്ല ഒരു ദിനം കാത്തിരിക്കുന്നു. ആസ്വദിക്കാം. നേരുന്നു ശുഭദിനം.